കഴിഞ്ഞ വർഷം ജോലി നിങ്ങൾ സ്വിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കമ്പനിയിൽ നിന്നും വേറൊരു കമ്പനിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ഒരു ടാക്സ് ലയബിലിറ്റി വരാനായിട്ട് സാധ്യതയുണ്ട്. പലപ്പോഴും ജോലി സ്വിച്ച് ചെയ്യുമ്പോൾ പുതിയ എംപ്ലോയറുടെ അടുത്ത് ഈ പഴയ എംപ്ലോയറുടെ അടുത്തുള്ള സാലറി ഡീറ്റെയിൽസ് ഒന്നും സാധാരണ ആളുകൾ കൊടുക്കാറില്ല. അപ്പോൾ പഴയ എംപ്ലോയർ അതുവരെയുള്ള സാലറിയെ ബേസ് ചെയ്തിട്ടായിരിക്കും ടാക്സ് പിടിച്ചിട്ടുണ്ടായിരിക്കുക. ഒരുപക്ഷെ ചിലപ്പോൾ ഇവിടെ ടാക്സ് ഒന്നും വരാനായിട്ട് സാധ്യതയില്ല. ഉദാഹരണത്തിന് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം 6 ലക്ഷം രൂപയാണ് പഴയ എംപ്ലോയറിൻ്റെ അടുത്ത് നിങ്ങൾ സാലറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ സാലറിയിൽ ടാക്സ് ഒന്നും വരുന്നില്ല. ഇനി പുതിയ എംപ്ലോയറിൻ്റെ അടുത്തും 6 ലക്ഷം രൂപയുടെ അടുത്താണ് നിങ്ങൾക്ക് സാലറി വരുന്നത്. അപ്പോൾ പുതിയ എംപ്ലോയറിൻ്റെ അടുത്ത് ഈ പഴയ ഹിസ്റ്ററി ഒന്നുമില്ല. അപ്പോൾ പുതിയ എംപ്ലോയർ നോക്കുമ്പോൾ അവിടെയും 6 ലക്ഷമാണ്, പ്രത്യേകിച്ച് ടാക്സ് ഒന്നും വരുന്നില്ല. പക്ഷേ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ടോട്ടൽ സാലറി എന്ന് പറയുന്നത് 12 ലക്ഷം രൂപയാണ്. 12 ലക്ഷം രൂപ സാലറി ഉള്ള ഒരാൾക്ക് 1 ലക്ഷം രൂപയിൽ കൂടുതൽ ടാക്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ജോലി സ്വിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പഴയ എംപ്ലോയറുടെ ഡീറ്റെയിൽസ്, സാലറി ഡീറ്റെയിൽസ് പുതിയ എംപ്ലോയറുടെ അടുത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള ഫിനാൻസ് ആൻഡ് ടാക്സ് ടിപ്സ് മിസ് ആവാതെ കാണാനായിട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്.